നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പത്തിലേക്കും അതുപോലെ തന്നെ പിട്ടിലേക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 5 മീഡിയം ടൈപ്പ് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 സവാള കേട്ടോ അതും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു 100 ഗ്രാമിൽ കൂടുതലുണ്ടാവും ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 25 ഗ്രാമിൽ കൂടുതൽ ഇഞ്ചി ഉണ്ടാവും, നല്ല പൊടി പൊടിയായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 4 പച്ചമുളക് കേട്ടോ, അത് എരിവിനനുസരിച്ച്, കാരണം ഇഞ്ചിയുടെ എരിവുള്ളപ്പോൾ പച്ചമുളക് അധികം വേണ്ട, അതുകൊണ്ടാണ് പച്ചമുളക് കുറവിട്ടുണ്ട്. നമുക്കിനി പാകത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളം അധികം വേണ്ട, കാരണം വെള്ളം നിന്ന് ഇറങ്ങി വരും, അതുകൊണ്ട് നമുക്ക് വെള്ളം അധികം വേണ്ട കേട്ടോ. കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. മതിയാവും, കാരണം അത് വേകുമ്പോൾ വെള്ളം അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കുക്കർ അടയ്ക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറെടുത്ത് വെച്ചിരിക്കുകയാണ്, അരയ്ക്കാനുള്ളതാണ്. ഞാനിവിടെ വലിയൊരു തേങ്ങ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് അരച്ചിട്ട് നമുക്ക് പാലെടുക്കാനുള്ളതാണ്. ഇത് ഞാനെടുത്തിട്ട് പാലെടുത്തിട്ട് വരാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നല്ലൊരു നാളികേരത്തിൻ്റെ പാലാട്ടോ എടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ എടുത്തിട്ടുള്ളത് അതിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് ഈ പാലെടുത്തിരിക്കുന്നത്. നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ കഷ്ണം എന്തോ നോക്കുകയാണ് കേട്ടോ. കുക്കർ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. 4 വിസിലാട്ടോ കൊടുത്തത്. ഇനി നമ്മൾ കഷ്ണം ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കണം. അധികം ഉടയ്ക്കണ്ട, എന്നാലും. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം നന്നായി ഉടച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഉപ്പിട്ടിരുന്നില്ല, അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിരുന്ന പാലുണ്ടല്ലോ, നാളികേരപ്പാൽ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായി വെള്ളം വറ്റിച്ച് വരുന്നുണ്ട്. കാരണം വെച്ചാൽ നാളികേരപ്പാൽ വെള്ളം ഇല്ലാതെ ഇല്ലല്ലോ എടുത്തിട്ടുള്ളത്, വെള്ളം ഒഴിച്ചിട്ടാണ്. അപ്പോൾ പച്ചവെള്ള ചോയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് നന്നായി ഇനി വറ്റിച്ച് വരും കേട്ടോ. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വയ്ക്കാം. അപ്പം നമ്മുടെ ഈ സ്റ്റു നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ ഉപ്പൊക്കെ നോക്കി ഒക്കെ ക്ലിയറാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ ശരിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. അപ്പോൾ എന്താ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.